പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാം. ശിവദാസ് മേനോൻ വീണ്ടും തുടങ്ങിയോ ഈ ദൂർത്തടി? ഇനി ഇത്രയായ സ്ഥിതിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനും കയറാനും സ്റ്റെപ്സ് വെക്കണം, അത് അത്യാവശ്യമാണ്. സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളായി മാറ്റിയതിനെ ഒരു ദൂർത്തായിട്ട് കാണുന്ന ചിലരുണ്ട്. സത്യത്തിൽ അതൊരു ദൂർത്താണെന്ന് പറയാൻ പറ്റുമോ? അല്ലേ, പറയാൻ പറ്റുമോ? ചേട്ടൻ്റെ ഒരു ആഗ്രഹം ചേട്ടൻ സാധിച്ചു. ഇല്ല, നമ്മളൊരു ഷീറ്റ് വാങ്ങിച്ചിട്ടൊന്നല്ലോ, അല്ലാണ്ട് അതിന് വേറെ ചിലവൊന്നും അധികം. നമ്മൾ ഒറ്റ പൈസ ചെലവഴിക്കാണ്ടാക്കിയപ്പോൾ എല്ലാവരും ഷീറ്റ് മാറ്റൂ എന്നായിരുന്നു. അപ്പോൾ ഷീറ്റ് മാറ്റിയപ്പോൾ നടക്കണ വഴിയിലാകെ ഇത്, പിന്നെ പാമ്പ് കയറും, അപ്പോൾ ആ ഭാഗം അടച്ചു. അങ്ങനെയൊക്കെ ആക്കിയപ്പോൾ ഇങ്ങനെയായി. അതാണ് കേട്ടാ. അടുത്തത് ഷംസിയ പി. അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്, വായിക്കാട്ടാ. ഷീറ്റ് കീറിയാൽ പോയില്ലേ, ഇപ്പം രസമുണ്ട്. ഷീറ്റ് കയറിയപ്പോൾ നമ്മളിപ്പോൾ മീൻകുളം ഉണ്ടാക്കിയിട്ട് അതിന് ഷീറ്റ് നമ്മളെത്ര 4-5 കൊല്ലത്തോളം നമ്മൾ അതിലിട്ടു. എന്നിട്ട് ഷീറ്റ് കുഴപ്പം വന്നില്ല. അതെ, ഇത് സാധാരണ നമ്മളിങ്ങനെ വലിച്ചു കെട്ടാൻ വാങ്ങിക്കുന്ന ടാർപ്പായ അല്ലത്. ഇത് മറ്റേ ഗേജ്, അതിന്റെ കനം കൂടിയ ടൈപ്പ്, കുളം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റാണ്, ടാർപ്പായാണ്. അല്ലാതെ സാധാരണ അല്ല. പിന്നെ മനഃപൂർവ്വം ബ്ലേഡ് വെച്ച് കയറി കഴിഞ്ഞാൽ ഒരു കത്തി കുത്തി കഴിഞ്ഞാൽ എങ്ങനെയും കയറും. അതിപ്പോ നമുക്ക് ഭാവിയിൽ പൈസ ഉണ്ടാവുമ്പോ നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ആക്കി മാറ്റാം. കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ചെലവ് വരും. ഇതാകുമ്പോ വെറും നിസാരമായ 8,600 രൂപ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്കിപ്പോ കുളിക്കണം, അത്രല്ലേ ഉള്ളൂ. അടുത്ത് സവായി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വിഷ്ണു അലഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടത് സദ്യ. ആഹാ, എന്ത് മനോഹരമായ ആചാരം! ഇനിയുമുണ്ടോ ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ? സവാള അവിയലിൽ ഇട്ട് ഗിരീഷേട്ടനോട് ജയന്തി ചേച്ചി. സന്തോഷമായോ ഗിരീഷേട്ടാ? ജയന്തി ചേച്ചിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ലേ? ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കള്ളം കക്കാൻ വീട്ടിൽ വരുന്നു, പിന്നെ ഭർത്താവ് തിരിച്ചു വരുന്നൊക്കെ ആയിട്ട്. അതെൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഇട്ടത് കള്ളൻ എന്ന് പറഞ്ഞിട്ട്, ക്രിസ്മസിൻ്റെ സമയത്ത്. അത് കാണാനില്ല അല്ലേ? നോക്കാം നമുക്ക് കേട്ടാ. അജേട്ടൻ എന്തായാലും ഓടി നടക്കാൻ സൗകര്യം വേണം. കാരണം ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം കൈയോടെ ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ചേട്ടാ, ആചാരങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല എന്നാണ് കാരണവന്മാർ പറയുന്നത്. എന്തായാലും വിശന്നിരിക്കുന്ന ഞാൻ കഴിക്കുന്നത് എന്താണ്? സ്മൂത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ടച്ചിങ്സ് ആയിട്ടാണ് ഞാൻ ഇന്നത് കഴിക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ചില്ലി ഫ്രൈ ചെയ്തെടുത്തത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഷ്ടമുണ്ടല്ലേ, സദ്യയുടെ വീഡിയോ കണ്ടിട്ട് അത് കഴിക്കാൻ തോന്നുമ്പോൾ ഉണക്കച്ചെമ്മീനും ഇതൊക്കെ ആയിട്ട് സ്മൂതിയൊക്കെ കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒന്നോർത്തത് നല്ലതാ, കഴിക്കാൻ പറ്റണ സാധനം നമ്മൾ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാലേ വണ്ണം വയ്ക്കും, വെയിറ്റ് കൂടും. സദ്യ ഒന്നും വല്ലപ്പോഴൊന്നും കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വയ്ക്കും. നമുക്ക് പിന്നെ ഈ പാചകത്തിന്, ജയന്തിയുടെ ഈ പാചകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിൽ ഒന്നും കൈ കടത്തി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാരി തിന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു തുണ്ട് പോലെ ആ സദ്യക്ക് കഴിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചുള്ളൂ. ഇവിടെ രണ്ടുപേരും നല്ല രസമുണ്ട്. ഭയങ്കര കളിയാണ്. ചാർലിയും പേളിയല്ല, ഇമ്രാനും. ചിത്ര കോൾട്ടൻ. Wow, tempting food. Jayanti cooked. Sarada looks pretty in your outfit. The dance teacher first dropped the red chili pepper pot into a bucket. Next she broke the clay pot. പൊട്ടിച്ച് ഞാൻ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, രേഷ്മിയാണ് ചട്ടി പൊട്ടിച്ചെന്ന്. എന്താ അങ്ങനെ? അതെ, അറിയാണ്ട ചട്ടി പൊടിച്ച് തരുതായിരുന്നു. എന്നിട്ട് ചേട്ടൻ വീഡിയോയില് പറഞ്ഞല്ലോ, സരിത ചട്ടി പൊട്ടിച്ചു. അതിന് ക്യാമറ ഷേക്കായി, അതുകൊണ്ടാണ് ചട്ടി പൊട്ടിച്ചതിന്റെ ഉത്തരവാദി ഇവളാണ്. ചട്ടി മാത്രല്ല, ഇവിടെ കുറെ പാത്രങ്ങള്, ഗ്ലാസുകള്, പ്ലേറ്റുകള് ഒക്കെ പൊട്ടിയിരുന്നത് സരിതയാണ്. എനിക്കിങ്ങനെ പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ലാട്ടാ, എൻ്റെ കയ്യിൽ കിട്ടണില്ല. ഞാൻ വിചാരിച്ച പോലെ അത് പൊട്ടും. ഞാൻ അടുത്തൂടെ പോയാൽ മതി, ഒരു ഗ്ലാസ് അവിടെ വെറുതെ ഇരിക്കും, അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണോടന്ന് ഇങ്ങനെ വീണ് പൊട്ടും. എന്താണാവോ? ഐ വിഷ് ഐ വാസ് ദർ ടു ജോയിൻ ദ ലഞ്ച്. ഐ ലവ് യു ഗൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രദീപ് KG പറഞ്ഞിട്ടുണ്ട്. പ്രദീപ് KG പൈങ്ങോട്, രേഷ്മയുടെ ഒരു ഡാൻസ് വേണമായിരുന്നു. ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പോയില്ലോ. ഒന്നാമത്തേൽ പിന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ 12 മണി ആ സമയമൊക്കെ ആയി. അപ്പോൾ വെയിലായി. കാലത്ത് നേരത്തെ തുടങ്ങി അവള് അവിടെ ഡാൻസ് കളിച്ചാൻ.
ഇനി ഞങ്ങൾ കൂടുമ്പോൾ അവളുടെ ഡാൻസ് ഒക്കെ കളിപ്പിക്കാട്ടെ. അല്ല ഇനിയിപ്പോ ഈ ജയന്തിരെ നോൺ വെജ് വെക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ളത് വെക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ ഞാൻ കേട്ടില്ലേ എപ്പോഴാ പറഞ്ഞേ? ജയന്തിരെ ഇപ്പൊ ഇത് പച്ചക്കറി അല്ല, ഇനി ഇതേപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള നോൺ വെജ് ഉണ്ട്. അപ്പൊ അന്ന് ജയന്തിരെ ഡാൻസ് നമുക്ക് കളിപ്പിക്കാം. അടുത്തത് സുമാൽ കുറച്ചത്തോത്ത്. സത്യം പറയാലോ സരിതേച്ചി, നിങ്ങൾക്ക് ഇമാതിരി ഡ്രസ്സ് ഒന്നും ചേരില്ല. നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അജേട്ടനോടും ജഗ്ഗുവിനോടും അന്വേഷണം പറയണം. ഡ്രസ്സ് സരിതയ്ക്ക് നല്ല ഭംഗിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ എന്നല്ല, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പൊതുവെയുള്ള ആ ഡ്രസ്സ് ഇട്ട് അവര് രണ്ടുപേരും പട്ട് സാരി കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ട്രഡീഷണൽ വേഷം വേണം. പ്രേമേട്ടനാണ് കേട്ടോ അതൊക്കെ തീരുമാനിച്ചത്. ഈ കുടിലത്തെ പാല് കാച്ചിൽ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പ്രേമേട്ടനും ജയന്തിച്ചും സദ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓരോ ദിവസം ഓരോ കാരണങ്ങളോട് നീണ്ടു പോയതാ. അപ്പോഴേ നമ്മൾ പറയണ കാര്യമാണ്, പ്രേമേട്ടൻ ട്രഡീഷണൽ ഡ്രസ്സായിരിക്കണം, ചുരിദാറൊന്നും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് പാചകം ചെയ്യരുത്, സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ആയിരിക്കണം. അപ്പം അങ്ങനെ അവരത് ഉടുത്തിട്ട് വരുന്നു പറഞ്ഞു. രേഷ്മയാണെങ്കിൽ പട്ട് സാരി ഉടുത്ത് നിൽക്കണ ഒരു ഫോട്ടോ അയച്ചു തന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സ് മതിയോ ഗൈസ് ഞാൻ ഇടേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജയന്തി പറയും ഇത്രയ്ക്ക് ഭംഗിയിൽ നീ വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഇത്ര ഭംഗിയിലാകുമ്പോൾ സാരി ഉടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഒരു കാര്യത്തിനും പറ്റില്ല. എനിക്ക് അവിടെ അങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതാണെങ്കിൽ കുറേ നാളായിട്ട് മറ്റേ നമ്മുടെ എവിടെ നിന്ന് കേട്ടാ നമ്മളിപ്പോൾ ഇത് കുത്താമ്പുള്ളിന്ന് എടുത്തിട്ട് തയ്ച്ചിട്ട് അന്നിരിക്കണം ഇതുവരെ ഇടാണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ അത് ഇടാനായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതൊക്കെ ചെറിയ കുട്ടികൾ ഇടണമല്ലേ, ഞാനിത് ഇട്ട് കഴിഞ്ഞാന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതാകുമ്പോൾ എങ്ങോട്ടും പുറത്തേക്കൊന്നും പോകണല്ലോ, ഇവിടെ തന്നെ അല്ലേ വെച്ചിട്ട് ഞാൻ ഇട്ടതാ. ചേട്ടൻ അപ്പം എൻ്റെ അടുത്ത് ഇട്ട് കണ്ട വശം പറഞ്ഞേ, നീ ഇതുവരെ ഇട്ടിട്ടുള്ള ഡ്രസ്സിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗി ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട് ഇതെന്ത് ഇത്ര നാൾ ഇടാണ്ടിരുന്ന അവിടെ അതൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാല്ലേ, ഇനി എന്തിട്ടോ കുഴപ്പം ഈ ഡ്രസ്സിന് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണില്ല, അത്രയ്ക്കും കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ്. പക്ഷേ എന്തോ ചില ഡ്രസ്സ് ആളുകൾ ഇടുമ്പോൾ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഇടാം. പ്രായത്തിനായിട്ടുള്ള ഡ്രസ്സ് അതില്ല, അത് ഞാൻ സമ്മതിച്ചു തരില്ല. പ്രായത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഡ്രസ്സൊന്നും ഇല്ല. പണ്ട് അങ്ങനത്തെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഇടുക, ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് ഇടാൻ പറ്റും, ഈ ഒരു ജീവിതമുള്ളൂ നമുക്ക്. നല്ല പ്രായത്തിലൊന്നും ഇടാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഉണ്ടായിരുന്നില്ല, വാങ്ങിച്ചു തരാനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം നമുക്ക് ഇടാൻ കിട്ടുമ്പോൾ അത് ബോറല്ല എന്നാണ് എൻ്റെ വിശ്വാസം. തടി ഉണ്ടെങ്കിൽ ഇടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഭയങ്കര തടിയുള്ളവര് വരെ ഇടാൻ ആഗ്രഹങ്ങളല്ല. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. പണ്ട് കാലത്ത് ഇപ്പോഴത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഇപ്പം ആളുകൾ കഴിക്കുന്നില്ലേ, അതൊന്നും കഴിക്കാൻ പാടില്ല. പണ്ടത്തെ സാധനം തന്നെ മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതല്ല അല്ല, ഏത് കാര്യം അങ്ങനെയാണെന്നേ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യണ്ടേ, അതല്ലേ നമ്മുടെ ജീവിതം. റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്, എനിക്ക് ഈ ഡ്രസ്സ് ചേരില്ല എന്നുള്ളത്. അപ്പോൾ ആൾ വീണ്ടും റിപ്ലൈ ഇട്ടുണ്ട്, ഇതിപ്പോൾ പറഞ്ഞാൽ നെഗറ്റീവായോ? അല്ല സരിതേച്ചി, ഇടയ്ക്കിടയ്ക്ക് അത് ലെങ്ത്ത് കൂടിയത് കാരണം ബുദ്ധിമുട്ടുന്നത് കണ്ടു, അതുകൊണ്ട് പറഞ്ഞത് അജുവേട്ട, അത് നെഗറ്റീവായിട്ട് കാണരുത് പ്ലീസ്. അങ്ങനെ റിപ്ലൈ തന്നിട്ടുണ്ട്. അത് ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്, അത് കട്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് അത് ഇടുമ്പോൾ ചെരുപ്പിടാണ്ടല്ലോ നടക്കണേ. ഹീലുള്ള ചെരുപ്പിട്ട ഓക്കെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനിടണ പോലത്തെ ഹീലുള്ള ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും. ഇതിപ്പോൾ അവിടെ കൂടില്ല കാരണം നമ്മൾ ചെരുപ്പിടാണ്ട് നടക്കുമ്പോൾ ലെങ്ത് ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയന്തി ചേച്ചിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഹാർഡ് വർക്കിംഗ് ലേഡി, സൂപ്പർ വുമൺ. മറ്റേ ഭയങ്കര സ്പീഡിലാണല്ലോ ആൾ ചെയ്യണേ. കുറച്ച് 4 മണിക്ക് എഴുന്നേറ്റ് അരമണിക്കൂർ ഇരുന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞല്ലോ കസേരയിൽ. അത് എന്നാലും പിന്നെ ആൾക്ക് പണിയെടുക്കാൻ ഒരു ഉഷാർ കിട്ടുള്ളൂ എന്ന്. അത് കഴിഞ്ഞാൽ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ജിമ്മിന് പോവുക. ജിമ്മിന് പോയി വന്നിട്ട് ഉച്ചയ്ക്കിലേക്കുള്ള ലഞ്ച് ഉണ്ടാക്കും, എന്നിട്ടാണ് ജോലിക്ക് പോവുക. 8 മണിക്ക് 8:30 പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ എന്തായിരിക്കും അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും ജോലി ഭാരം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യലും, നാടക റിഹേഴ്സൽ വരലൊക്കെ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോണു, പിന്നെ വേറെ ഇൻസ്ട്രുമെൻ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4 മാസം കൂടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതാന്ന് പറയരുന്ന് പറഞ്ഞു. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇപ്പം നമ്മൾ ഗിറ്റാർ, വീണ, വയലിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളൊക്കെ വായിക്കണ സാധനം. ഇത് പെണ്ണുങ്ങൾ പഠിക്കണതായിട്ട് അപൂർവം അങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഞാൻ കേട്ടിട്ടില്ല. ഇത്രയ്ക്ക് പ്രായമായിട്ടുള്ള തന്നെ ജയന്തി ചേച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടോ? 50 വയസ്സൊക്കെ ഉണ്ട്. ഇല്ല 50 ആയിട്ടില്ല അല്ലേ? 50 അപ്പോൾ ഇത്രയ്ക്ക് വയസ്സായിട്ടുള്ള ഒരു ആളൊക്കെ ഇത് പഠിക്കാന്ന് പറയുമ്പോൾ അപ്പൊ അത് പറയരുതെന്ന് പറഞ്ഞു. ആള് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആളെ കൊണ്ട് ഒരു അത് ചീപ്പിക്കാം, തന്നെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ട് ചീപ്പിക്കാം.
എന്തായാലും ഭയങ്കര മിടുക്കിയാണ് ആള്. ആ. അതന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് മ്യൂസിക് ലവർ. താങ്ക് യു ഫോർ അപ്ലോഡിംഗ് ദിസ് വീഡിയോ വിത്ത് ഓൾ ദീസ് വണ്ടർഫുൾ ഓതൻറ്റിക് സദ്യ റെസിപ്പീസ്. ഐ എം ഷെയറിംഗ് ദിസ് വീഡിയോ ഫോർ മൈ ഫ്യൂച്ചർ culinary എക്സ്പെരിമെൻറ്റ്സ്. സ്പെഷ്യൽ താങ്ക്സ് ടു ദ ഹെഡ് ഷെഫ് മിസ് ജയന്തി. മിസ്സല്ല മിസ്സസ് ആട്ടാ. സരിത, യു ഹാവ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. യു ക്യാൻ മേക്ക് എനി വൺ അറൗണ്ട് യു ഫീൽ ഗുഡ്. ലവ് ഓൾ യുവർ വീഡിയോസ്. അജു ആൻഡ് സരിത, കീപ് ദം കമ്മിങ്. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്തുട്ടാണെന്നറിയോ, നമ്മൾ ഏതൊരു റെസിപ്പി ഇട്ടാലും അതിൻ്റെ കമൻറ്റ്സ് വരും, ഇതിങ്ങനെയല്ല ഉണ്ടാക്കുക, ഇതിലത് ചേർക്കണം, ഇത് ചേർക്കണം, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ തൃശ്ശൂർക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിയായിരിക്കും നമ്മൾ ചെയ്യുക. തൃശ്ശൂർ തന്നെ ഇത് പലതരത്തിലായിരിക്കും ഈ ഒരു സാധനം. അപ്പോൾ എറണാകുളംകാർ പറയും ഇതിങ്ങനെയല്ല, കണ്ണൂരുകാരിങ്ങനെ, തിരുവനന്തപുരംകാരിങ്ങനെ, കോട്ടയംകാരങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട്. ഈ വീഡിയോയിൽ എനിക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ, എല്ലാ ജില്ലക്കാരും ഐക്യ കണ്ടേന വന്ന് പറയാണ്, ഇതാണ് ഞങ്ങളുടെ എറണാകുളംകാർ വെക്കുന്ന അവിയൽ, ഇതാണ് ഞങ്ങൾ കാസർഗോഡുകാർ ഇങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുക, ഞങ്ങൾ കണ്ണൂരുകാരുടെ ഇതിങ്ങനെയാണ്, എല്ലാതും ജയന്തി ചേച്ചി ഉണ്ടാക്കണം പോലെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കമൻസ് ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക്. അടുത്തത് തോമസ് കോശി. ജയന്തി മാഡം സൂപ്പർ, സോ ഫാസ്റ്റ്. എല്ലാവരും അങ്ങനെ കേട്ടാ, കുറേ കമൻസ് ഉണ്ട് അങ്ങനെ. ആദർശ് പണിക്കർ. കൊള്ളാം, എല്ലാവർക്കും ഹൃദയത്തോട് ചേർക്കാൻ തോന്നുന്ന ഒരു വലിയ ചേച്ചിയുടെ മട്ടും ഭാവവും, എന്നാൽ മുഖത്ത് നിഷ്കളങ്ക ഭാവവും, പാചകറാണി, സകല കലാവല്ലഭ എന്നൊക്കെ സംശയലേശമില്ലാതെ പറയാവുന്ന ചേച്ചിയുടെ പാചകം കിടലോൽക്കിടലം. എത്ര മനോഹരമായും വേഗതയിലുമാണ്. അവിയലായിരുന്നു ഹൈലൈറ്റ്. കഷ്ണങ്ങളൊക്കെയും വെന്തുടയാൽ തന്നെ അതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് ഇളക്കി പ്രേക്ഷകരുടെ നാവിലൂടെയും രുചിമേള പെരുക്കം മന്ദം കടന്നുപോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം, ഉണ്ടാക്കിയതിൽ ഇത്തിരി ടേസ്റ്റ് കുറവ് എന്ന് തോന്നി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് അവിയലായിരുന്നു. കാരണം അവിയലിൻ്റെ കഷ്ണങ്ങൾ കുറച്ചുകൂടി വേവണമായിരുന്നു, വേവാണ്ടായിരുന്നു. മുരിങ്ങക്കായ, പയറൊക്കെ, കുമ്പളങ്ങ, ക്യാരറ്റ് അതൊക്കെ വെന്തു. ആ കഷ്ണങ്ങളൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പയറും, ഒന്നാമത്തേൽ പയറായാലും മുരിങ്ങക്കായ ആയാലും അവിയലിൽ ഒരു പച്ചക്കുത്തുണ്ടാവും അല്ലേ, പച്ചപ്പ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഇത്തിരി വേവ് കുറവുണ്ടായിരുന്നു, അങ്ങനെ കടിക്കും. അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ബാക്കി ഉണ്ടായില്ല കേട്ടോ. പിന്നെ എന്നാൽ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് വരുമ്പോൾ അതാണ് അവിയലിനേക്കാൾ രുചികരമെന്ന്. അയ്യോ, മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു അതിൻ്റെ നിറക്കൂട്ടുകൾ. ചേച്ചിക്ക് രുചിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ വക അഭിനന്ദനങ്ങൾ, പൂച്ചെണ്ടുകൾ, ആദരവ്. ചേച്ചിയെ പ്രത്യേകം തിരക്കിയതായി അറിയിക്കണം. ചേച്ചിക്ക് ആരോഗ്യ സൗഖ്യം നേരുന്നു. ഒപ്പം വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും വിശേഷിക്കാൻ മുളകുപൊടി തട്ടി കൃത്യമായി ബക്കറ്റിലേക്ക് ഇട്ട ഡാൻസർ കുട്ടിക്കും അഭിനന്ദനങ്ങൾ. സരിതയുടെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. ഒപ്പം അജുവേട്ടൻ്റെ അവസാനം ചോറ് ഉരുളകൾ സരിത വാരി കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മറ്റൊരു നിറക്കൂട്ടായി വീഡിയോയ്ക്ക് പത്തരമാറ്റ അഴകേകി. വീഡിയോ ഉജ്ജ്വലം, പ്രൗഢം, ഹാപ്പി, സ്നേഹം, ഇഷ്ടം. മറ്റൊരു മനോഹര ദൃശ്യവിരുന്നിനും പാട്ടിനുമായി കാത്തിരിക്കുന്നു സസ്നേഹം പണിക്കർ. അത് രേഷ്മയ്ക്ക് ആ സമയത്ത് കറക്റ്റ് അതിന് മുന്നേ കഴിയുന്ന വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞില്ല, തുടങ്ങാൻ വൈകിയാരണേ. അപ്പോൾ അവൾക്ക് ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിൻ്റെ സമയത്ത് ഓടി വന്നതാണ് പാവം വിശന്നിട്ടേ. അപ്പോൾ ഞാൻ വേഗം വാരി കൊടുത്തതാണ്. പിന്നെ ഇട്ട് ചോറുണ്ണാനിരിക്കാനൊന്നും സമയമില്ല. അപ്പോഴത്തേക്ക് 5 മിനിറ്റാണ് ആകെ ബ്രേക്കുള്ളൂ. അങ്ങനെ. അടുത്തത് എലിസബത്ത് തോമസ്. I loved the food preparation and entertaining conversations and beautiful surroundings, especially the crow flying around. Jayanti, you rock and all the best. Thank you for this awesome vlog. Love you guys. Enjoy your yummy food. ശരി, ഞാൻ വായിക്കണ കമന്റിൽ ഒന്നല്ല ശ്രദ്ധ. അതും ശ്രദ്ധിക്കുന്നുണ്ട്. ചാർലി ഇമ്രാൻ ഓടിവാ, ഇങ്ങോട്ട് വായോ ചാർലി, ഓടിവാ. ഒരു കഴിവാട്ടാ ഇങ്ങനെ പാചകേ, സ്പീഡിൽ ഇങ്ങനെ ഒരേ സമയം തന്നെ കുറേ എണ്ണം ഒരേ സമയം ഇങ്ങനെ ഉണ്ടാക്കി സമയത്തിനൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തിയിലും ഉണ്ടാക്കണം, വൃത്തിയും വേണം കേട്ടോ. ഉണ്ടാക്കണല്ലേ എല്ലാ കാര്യത്തിലും ഉണ്ട് വൃത്തി, വേഗത, പിന്നെ ചിലവര് ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കും എല്ലാം, കുറേ കറികൾ ഉണ്ടാക്കും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ല. അടിയെ പിടിച്ച മണവും ഒക്കെ ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വെച്ചിട്ട് വേറെ സാധനം ആക്കാൻ മുമ്പ് ഇത് ഇളക്കാണ്ട് അടിയെ പിടിക്കും. അങ്ങനെ കരിഞ്ഞ മണക്കേട്ടെ. ചിലതിന് മിതമായി തീയ പാടുള്ളൂ, ചിലതിന് നല്ല സ്പീഡിലുള്ള തീയ വേണം. അപ്പൊ അങ്ങനെയൊക്കെ വരും. അപ്പൊ ചിലതാണെങ്കിൽ ആയിട്ടുണ്ടാവില്ല. കാരണം ഇവർക്ക് ധൃതി കാരണം കൊണ്ട് ഇതാ ഒന്ന് വഴറ്റി ആവാനുള്ളൊരു ടൈം കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ചിലതില് ഓർമ്മ പശക്ക് മൂലം ചിലതില് ഇൻഗ്രീഡിയൻസ് ചിലത് ഇടാൻ മറക്കും.
അങ്ങനെ വരാറില്ല. ഈ പാചകത്തിൽ നല്ല കഴിവുള്ളവർ അതൊന്നും മറക്കില്ല, അവരത് കറക്റ്റായിട്ട് ഇടും. പിന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല. കാരണം ഈ ധൃതി കാരണം കൊണ്ട് അവര് പച്ചക്കറി മര്യാദ കഴുകാണ്ട് അങ്ങനെ തന്നെ ഇടും. അങ്ങനെയൊക്കെ ഉണ്ടാവും. മുല്ല ഷബീർ, ജയന്തി എന്ന പേരിന്റെ അർത്ഥം വിജയി, വിജയം എന്നൊക്കെയാണ്. പാചകം മുതൽ ബാങ്ക് വരെ വിജയത്തിന്റെ മിന്നിക്കൊടി പാറച്ചു നിൽക്കുകയാണ് ജയന്തി ചേച്ചി. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തീർത്തു ചേച്ചി. എങ്ങനെ ഫാസ്റ്റ് ആവാതിരിക്കും? ആ പേരിലൊരു ട്രെയിൻ തന്നെ ഇല്ലേ നമ്മൾ ഇന്ത്യക്കാർക്ക്? ജയന്തി ചേച്ചി വാചകത്തിലാണ് കഴിവ് തെളിയിച്ചതെങ്കിൽ നമ്മുടെ സ്വന്തം അജുവേട്ടൻ വാചകത്തിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളത്. എല്ലാവരും ചേർന്ന് ഉമ്മറക്കോലായിലിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം. ജയന്തി ചേച്ചിക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പ്രശ്നവും ബുദ്ധിമുട്ടും കാര്യങ്ങളില്ലാത്തവരില്ലല്ലോ, ദുഃഖങ്ങൾ. അപ്പോൾ ആള് അതാണ് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക. അപ്പോൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട, തുറന്ന് ചിരിക്കുക. ആളുടെ ചിരിയെ പിടിക്കുക എന്നറിയോ, ഭയങ്കര ഉറക്കം ചിരിക്കുക. അടുത്ത് ജയ ശാന്തിനി, ഇന്നത്തെ വീഡിയോ സൂപ്പർ. ജയന്തി ചേച്ചിയുടെ പാചകം കണ്ടപ്പോൾ അതുപോലെ സദ്യയുടെ ഫീൽ, പായസത്തിൻ്റെ ഒരു കുറവ് മാത്രമേ തോന്നിയുള്ളൂ. പാചകം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്, അത് എല്ലാവർക്കും കിട്ടില്ല. ചേച്ചി പൊളിച്ചു, ഗോഡ് ബ്ലസ് യു. കറക്റ്റ്, പാചകം ഒരു കലയാണ്, ആ കഴിവ് എല്ലാവർക്കും കിട്ടില്ല. പായസത്തിന്റെ കുറവുണ്ടായിരുന്നു, പക്ഷെ പായസം വെക്കാനാണെങ്കിൽ കുറെ നേരം പിടിക്കും, പിന്നെ സമയം പിടിക്കും. പിന്നെ 2:30 എത്ര മണിക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും വിശന്നു. ഇടയിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അല്ല ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശപ്പുണ്ടായിരുന്നില്ല. സദ്യ ഉണ്ണേണ്ട ഒരു സമയം ഉണ്ടല്ലോ, സമയം കഴിഞ്ഞാൽ പിന്നെ കാലത്ത് അതിരാവിലെ തന്നെ പേപ്പർ കിട്ടണല്ലോ, പത്രം കിട്ടണല്ലോ, നല്ല വായിച്ചല്ലോ. ഉച്ചയ്ക്ക് കിട്ടി എന്താ കാര്യം? കുമ്പളങ്ങ പായസത്തിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളിരം പാല് പിഴിഞ്ഞില്ല. അടുത്ത വായിച്ചു. ശ്രീലേഖ CV, തിരക്കിട്ട വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. ജയന്തി ചേച്ചി സമ്മതിക്കണം, ഇത്രയും കറികൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയേ. ബാങ്ക് മാനേജറാണെന്ന് ഒരു ജാടയുമില്ലാത്ത തനി വീട്ടമ്മ, സകല കലാവല്ലഭ. രശ്മിക്ക് എല്ലാ അബദ്ധങ്ങളായിരുന്നല്ലോ. മുളക് പൊടി മറിച്ചിട്ടു, മൺകലം പൊട്ടിച്ചു. മൺകലം പൊട്ടിച്ച് ഞാനാണ്. പോട്ടെ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അജുവേട്ടൻ്റെ പൊട്ടത്തരങ്ങളും തമാശകളും വല്ലാതെ മിസ് ചെയ്തു. സരിതയുടെ ഡ്രസ്സ് നന്നായിരുന്നു. തിരക്കിൽ നടക്കാൻ അല്പം ബുദ്ധിമുട്ടിയെന്ന് തോന്നി. പ്രേമേട്ടൻ്റെ സംസാരം ഒന്നും കേട്ടില്ലല്ലോ, പെട്ടെന്ന് അവസാനിപ്പിച്ച പോലെ തോന്നി. പാചകമൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഫുഡ് കഴിച്ചത്? ഒരു 3 മണിയെങ്കിലായി കാണൂല്ലേ. കുമ്പളങ്ങ പായസം വെച്ചോ? അത് നല്ലൊരു വീഡിയോയ്ക്കായി വീണ്ടും കാത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികൾ പ്രേമേട്ടനും ജയന്തിച്ചും രേഷ്മിയും കൂടിയിട്ടായിരുന്നു. നമ്മുടെ കൂടാരല്ലേ അവിടെ നിന്നിട്ടാണ് അരിഞ്ഞേ. അത് വീഡിയോ എടുക്കണ്ടായിരുന്നു അല്ലേ. ഇടയ്ക്കെങ്കിലും ഒരു ക്ലിപ്പ് എന്നിട്ട് പ്രേമേട്ടൻ പറഞ്ഞു, നമ്മൾ ആരായി ഇപ്പോൾ, നമ്മളുടെ പണിയൊന്നും ഇതിലില്ലേ വീഡിയോ എന്ന് കണ്ടപ്പോഴേ. അത് പെണ്ണുങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ പോലും വളരെ നിസ്സാരമായിട്ടില്ലല്ലോ ഞാനൊക്കെ. അടുത്ത് മാലതി നായർ, ഇന്നത്തെ താരം ജയന്തി ചേച്ചി തന്നെ. എൻ്റെ പൊന്നോ, എന്തെല്ലാം വിഭവങ്ങൾ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയത്, കൊതി വന്നു കേട്ടോ എല്ലാം കണ്ടിട്ട്. പിന്നെ കിങ് ഗെയിമർ, അടുത്തെല്ലാം ഒരുക്കി വെച്ചാൽ പാചകം വളരെ എളുപ്പമാണ്. ഞാൻ സാമ്പാറിൽ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് ഒക്കെ വറുക്കുമ്പോൾ ചേർക്കും. പിന്നെ കൂടെ മല്ലിയും മുളകും ഉള്ളിയും. എന്തായാലും സന്തോഷം, നമ്മൾ തൃശ്ശൂക്കാർ ഏതാണ്ടൊക്കെ ഒരേ രീതിയാണ്. അടുത്ത് ഷിജി പുന്നോക്കിൽ, ഹായ് അജയേട്ടാ, സരിതച്ചി, നിങ്ങൾ അധോലോകം കോംബോ സൂപ്പർ വൈബ് തന്നെയാണ്, ഒരു രക്ഷയില്ല. ജയന്തി ചേച്ചിയുടെ കുക്കിംഗ് എന്ത് സ്പീഡിലാണ് ചെയ്യുന്നത്, എല്ലാം വെറൈറ്റി ഉണ്ട് സദ്യയിൽ. ഇനി ചേച്ചി ഉണ്ടാക്കിയ പോലെ ട്രൈ ചെയ്യണം. രേഷ്മി സരിതച്ചിയും സിസ്റ്റേഴ്സിനെ പോലെ. നിങ്ങളുടെ സ്നേഹം ഒത്തൊരുമയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി ഇടയ്ക്കിടയ്ക്ക് കൂടണം കേട്ടോ ഇങ്ങനെ. വീഡിയോ കഴിഞ്ഞപ്പോൾ സങ്കടമായി. നമ്മുടെ കുടിൽ വീഡിയോയുടെ ഹൈലൈറ്റ് തന്നെ. ചേട്ടാ ചേച്ചി, ഇന്ന് നിങ്ങൾ കൂടുതൽ സുന്ദരൻ സുന്ദരിയായിരിക്കുന്നു, ലവ് യു. അടുത്തത് വളരെ സന്തോഷം. ഞങ്ങളിടയ്ക്ക് കൂടാറുണ്ട് അധോലോകം. നമ്മുടെ വീട്ടിൽ കൂടലൊക്കെ കുറവാണ്. ചിലപ്പോൾ തൃശ്ശൂർ നല്ല നാടകമൊക്കെ ഉള്ള ദിവസം എല്ലാവരും അക്കാദമിയിലാവും കൂടി കഴിഞ്ഞാൽ പിന്നെ പിരിയുമ്പോൾ ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും. അതുപോലെ ഇത്രയ്ക്കും ഇഷ്ടപ്പെടുന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് വേറെ ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്ന പോലെ തന്നെയാണ് അതിലത്തെ ഓരോ അംഗത്തിനും. ഇപ്പം അതിലത്തെ ദിനേശനുണ്ടല്ലോ, ദിനേശൻ കാനഡയിൽ പോയി, ഭാര്യയും കാനഡയിൽ പോയി. അപ്പോൾ അവൻ ഈ വീഡിയോ കണ്ടിട്ടേ കരച്ചിൽ നിർത്താൻ പറ്റണില്ല. ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ അവനും ജോലിയുടെ ഭാഗമായിട്ടായാലും ഫാമിലി ആയിട്ടായാലും പണ്ട് പഠിച്ചവരുടെയൊക്കെ ആയിട്ടൊക്കെ കുറേ ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ അതൊന്നും അവന് മിസ് ചെയ്യണില്ല എന്ന്. ആ ഗ്രൂപ്പ് നമ്മുടെ അധോലോകമാണ് മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനും കൂടി ദിനേശനും കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവനും സദ്യക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ നോക്കി എനിക്ക് വയ്യ. അല്ല, അവരുടെ കളി കണ്ടിട്ട് ഞങ്ങൾ നോക്കിയതാട്ടാ. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞു തന്നെ അപ്പോൾ ഞങ്ങളുടെ ആ ഗ്രൂപ്പ്
ഒരു നല്ലൊരു ഗ്രൂപ്പാണെന്ന് പറയാം. പരസ്പരം അസൂയില്ല, ആർക്കും ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതറ്റം വരെ നമുക്ക് കളിയാക്കാം അങ്ങടും ഇങ്ങടും. ആർക്കും അതിലൊരു പരിഭവവും ഇല്ല. റിന്തനാണെങ്കിൽ ഓരോരുത്തർ അഭിനയിച്ച് ഇപ്പം എന്നെയൊക്കെ അഭിനയിച്ച് കാണിച്ചു തുടങ്ങി. ചേട്ടനെ മാത്രം അവന് കിട്ടണില്ല, ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കിട്ടണില്ല. എന്നെയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഓരോരുത്തരെ ചെയ്ത് കാണിക്കും. അപ്പം നമുക്കതിലൊന്നും ഒരു വിഷമമില്ല. ഞങ്ങളതെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യും. സാധാരണ കളിയാക്കല് വരുമ്പോഴാണല്ലോ ഗ്രൂപ്പുകൾ പിളറിലും അടി നടക്കലും തിക്കും തിരക്കും ഇതൊക്കെ ഇത് വേറെ ഗ്രൂപ്പായി മാറലൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഇല്ല, ഇതുവരെ ഇല്ല. ഒരേ വൈബുള്ളവരാണ്. ഒരേ വൈബുള്ളവരാണ്. അപ്പം അങ്ങനെ നാടകങ്ങൾ ഒരുമിച്ച് ചെയ്യണം, എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങൾ, അങ്ങനെയൊക്കെ. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും അവരുടെ എന്തും മാറ്റി വെച്ചിട്ട് ഓടിയെത്തും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സഹായമായാലും ആളുകൊണ്ടുള്ള സഹായത്തിനായാലും എന്തിനായാലും എല്ലാവരും ഓടിയെത്തും സഹായിക്കാനായിട്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു താങ്ങും തണലായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അത് എല്ലാവരും ഫാമിലി അടക്കാം. അതും കൂടിയിട്ട് നമ്മൾ ഓർക്കണം. ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അടുത്തത് കൊടും ചതിയിൽ ചേട്ടാ ഞാൻ ചെയ്ത നമ്മൾ സൂര്യകാന്തി പാടം കാണാൻ പോയില്ലേ, അടിക എസ് ബായുഷി. ആ ബ്ലഡി ഫോളിന് ഫ്ലൈറ്റിൽ കയറാൻ പേടിയായതുകൊണ്ട് പുല്ലഴിയും പുള്ളും കുണ്ടോളിക്കടം ഒക്കെ കണ്ട് തിരുപ്പതി ആവാം UDCക്ക്. ഇത്രയും മികച്ച സ്ഥലങ്ങള് വല്ല യൂറോപ്പിലും അമേരിക്കയിലും കാണാൻ കിട്ടുമോ? തള്ളേ കലിപ്പ് തീർന്നില്ലല്ലോ എന്ന്. UDC എന്ന് പറഞ്ഞേക്കണത് എന്നെയാട്ടോ. എന്തുകൊണ്ടാണ് എന്നെ UDC എന്ന് വിളിക്കണതെന്ന് എനിക്കറിയില്ല. UDC എന്ന് പറയുമ്പോൾ UDC എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലല്ലേ കൽപ്പന. ഹരിത മനോജ്ഞ പോക്കാണാൻ കൂടിയിട്ട് പാട്ട് പാടുന്നത്. അല്ല, നമുക്ക് വിമാനത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് ലോക്കൽ സ്ഥലങ്ങൾ മാത്രമേ കാണിക്കണല്ലോ എന്നാണ്. അയ്യോ ചിരിക്കാൻ വയ്യ. രാസി ലുലു. നമ്മുടെ തൃശ്ശൂരിന്റെ ഭംഗി എത്ര വിവരിച്ചാലും മതിയാകില്ല. അടിപൊളി സ്ഥലങ്ങൾ. തൃശ്ശൂർ മാത്രമല്ല, കേരളം മൊത്തം അങ്ങനെ നല്ലൊരു. അതന്നെ, നമുക്ക് നടന്നാൽ മതി, ഓരോ സ്ഥലങ്ങളോട് നടന്നാൽ മതി. എന്ത് ഈ പാടവും പറമ്പും തന്നെയല്ലേ എല്ലായിടത്തും. അതിന്റെ ഭംഗി അത്രയും മനോഹരമായ കാറ്റ്. ഈ വൈകുന്നേരം നേരത്തെ സന്ധ്യ സമയത്ത് ഈ നല്ല മനോഹരമായ കാറ്റ്. അത് ശരിയാ, നല്ല കാറ്റായിരുന്നു അവിടെ. നടക്കാനുള്ള സുഖം. തട്ടുകടക്കുണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കായിരുന്നു. പ്രേമമലയത്ത് സരിതാജുവിന്റെ മൂക്കിൽ ഓട്ടം നോക്കണത് കണ്ടപ്പോൾ ചിരിച്ചുപോയി. സൂര്യകാന്തി കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു സായാഹ്നം ആസ്വദിച്ചില്ലേ. അടുത്തത് രഞ്ജിനി ദേവി. അജുവേട്ട, സരിത, ജഗു, നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സരിതയോട് കൂടുതൽ ഇഷ്ടമാണ്. നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് കാണുന്നതാണ്. പക്ഷേ കമൻ്റ് ഇടുന്നത് ഈ അടുത്താണ്. എനിക്ക് കാലിന് സുഖമില്ലാതെ റെസ്റ്റിലാണ്. നിങ്ങളുടെ വീഡിയോ കാണുന്നത് വളരെ സന്തോഷമാണ്. എപ്പോഴും ഇഷ്ടം മാത്രം. വളരെ സന്തോഷം. കാലിന് സുഖമില്ലാതെ റെസ്റ്റിലാണെന്ന് എന്നിട്ടാണ് അവസുഖം അറിയില്ല. അടുത്തത് മറിയം ജോർജ്. അജു, സരിത, ജഗു, പ്രകൃതി രമണീയമായ പാടശേഖരം കണ്ടില്ലേ? സൂര്യകാന്തി പാടം കണ്ടില്ലെങ്കിലും അസ്തമന സൂര്യനെയും കുഞ്ഞു കിളിക്കൂടും എല്ലാം അതിമനോഹരം. ഇതൊക്കെയല്ലേ സന്തോഷം. സരിതയുടെ പാട്ടും സൂപ്പർ. ഗോഡ് ബ്ലസ് യു ഓൾ. പിന്നെ റിതം ഓഫ് നേച്ചർ പറഞ്ഞിട്ടുണ്ട്. ആരെ ഉദ്ദേശിച്ചാണെങ്കിലും അജുചേട്ടൻ്റെ പാട്ട് സൂപ്പർ. കണ്ടാലവളൊരു തണ്ടുകാരി, അത് പാടിയില്ലേ. അടുത്തത് ഷിൻഡോ CV. ഗുഡ് മോർണിംഗ്. പ്രകൃതി ഭംഗിയും നെൽപ്പാടവും എല്ലാം സൂപ്പർ. പാവം പെയിന്റ് പണിക്കാർ എല്ലാം മഴ കൊണ്ടുപോയി. അജുവേട്ടൻ്റെ മുഖത്ത് നല്ല ചമ്മലുണ്ട് സൂര്യകാന്തി കാണാൻ പറ്റാത്തതിൽ. ഞാൻ മറക്കാൻ ആഗ്രഹിച്ച് ഓർമ്മിപ്പിച്ചു ഈ വീഡിയോ കണ്ടപ്പോൾ. ഇതുപോലെ ചമ്മി നാറിയ ദിവസം എനിക്കുമുണ്ടായി 1 വർഷം മുൻപ് നാട്ടിൽ വന്നപ്പോൾ. NB, ഇത് തള്ളലല്ല കേട്ടോ, ഉണ്ടായ സംഭവമാണ്. ഞങ്ങൾ 4 സുഹൃത്തുക്കൾ കൂടി കറങ്ങാൻ പോകാമെന്ന് തീരുമാനിച്ചു. എങ്ങോട്ട് പോകും? ഞാൻ അടുത്ത വഴി പറഞ്ഞു. സൂര്യകാന്തി പാടം കാണാൻ പോകാം. ശരി, അങ്ങനെയാകട്ടെ. കൂടെ ഉള്ളവർ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു സൂര്യകാന്തി പാടം. ഗൂഗിൾ അമ്മായിയുടെ അടുത്ത് ചോദിച്ച് ഞങ്ങൾ കേരളം കടന്ന് വണ്ടി ഓടിച്ച് തമിഴ്നാട് വരെ എത്തി. അടിച്ചു കൊടുത്ത സ്ഥലം മാറിയതാണോ അതോ ഗൂഗിൾ അമ്മായി ചതിച്ചതാണോ അതോ സൂര്യകാന്തി ഇതുപോലെ കൊഴിഞ്ഞു പോയതാണോ എന്നറിയില്ല. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കുറച്ച് പിള്ളേർ ആ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നു. ഏറ്റവും കൂടുതൽ ചമ്മി നാറിയതും പഴി കേട്ടതും ഞാനായിരുന്നു. കാരണം എൻ്റെ ഐഡിയ ആയിരുന്നല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, തിരിച്ചു വണ്ടി ഒറ്റ വിടലായിരുന്നു കേരളത്തിലോട്ട്. ഈശ്വര, ഇങ്ങനൊരു ഗതി ആർക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഓരോ ബിരിയാണി വാങ്ങി കൊടുത്തു. ഞാൻ തല ഊരി. എല്ലാം ശുഭം. ഇത് കമന്റ് സെക്ഷനിൽ വായിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഒന്നുകൂടി നിർവൃതി അടയാൻ. അവിടെ നോട്ടിട്ട് ആ സൂര്യകാന്തി ആ പിള്ളേര് കളിക്കുന്ന അവിടെ നോട്ടിട്ട് ബിരിയാണി തിന്നിട്ട് തിന്നണ വരെ ചീത്തയും തെറിയും കേട്ടിട്ടുണ്ടാവില്ല. മൊത്തം കേട്ടിട്ടുണ്ടാവും. ബിരിയാണി വാങ്ങിച്ചു കൊടുത്തപ്പോൾ അല്പം ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും.
ബിരിയാണി മോശമായില്ലോ അങ്ങോട്ട് സൂര്യകാന്തി പഴം കാണിക്കാൻ കൊണ്ടുപോയി കുറെ പിള്ളേർ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിരിയാണി കാണിച്ചു വായയിൽ വെക്കാൻ കൊള്ളു. അതിന്റെ വേറെ അത് വേറെ കേട്ടന്നെ. ഇത്രയും ബിരിയാണി നന്നായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് മീന ശ്രീധരൻ. കിഴക്കോട്ട് പോകുകയാണെങ്കിൽ പുഴക്കിലെത്തും, തിരിച്ച് പടിഞ്ഞാറാണെങ്കിൽ ഏനാമാവെത്തും. നല്ല രസമുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് നിലമുണ്ടായിരുന്നു. കൊയ്ത്ത് പുഴ ഒരുപാട് കളിച്ചിട്ടുള്ള സ്ഥലമാണത്. ഇപ്പോൾ ഖത്തറിൽ ഇരുന്ന് കാണുന്നു. ഒരുപാട് സന്തോഷം സരിതകുട്ടി. നല്ല പാട്ട് പാടി റീൽസ് എടുക്കായിരുന്നല്ലോ. നല്ല സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരിക്കലും നഷ്ടാവില്ല. വെറുതെ നമ്മൾ പോയിട്ട് നമുക്ക് 10 പൈസ ചിലവില്ലല്ലോ. ഒരു ഫുഡ് പോലും വാങ്ങിച്ചു കൊടുക്കേണ്ട വന്നില്ല. അതാണ് ഹൈലൈറ്റ്. അല്ലാന്ന് നമുക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ്. ഒരു പൈസ പോലും ചെലവില്ലാണ്ട് അവിടെ പോയി കറങ്ങി സുഖമായിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയൂടെ. മനസ്സിലിരിപ്പ് പുറത്തു വന്നു. അടുത്ത് തോമസ് മംഗലം. ഇന്ന് 27/3/2025 ലോക നാടക ദിനം. നാടക നടന്മാരായ ജുനും ജഗ്ഗുവിനും സരിതയ്ക്ക് ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും സ്നേഹത്തോടെ നേരുന്നു. വളരെ വളരെ സന്തോഷം. എന്നായിരുന്നു? വെള്ളിയാഴ്ച. ഇന്നലെ നാടക ദിനം. ഇന്നലെയായിരുന്നു, മിനിഞ്ഞാന്ന് വ്യാഴാഴ്ചയായിരുന്നു. അടുത്തത് XXXXYYYYY. ഗുഡ് മോർണിംഗ് യുവർ കുട്ടിക്കളി വെരി ഇൻട്രസ്റ്റിംഗ്. റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഗോയിങ് ടു മൈ ഫാദേഴ്സ് ഹൗസ് ഫ്രം ബസ് സ്റ്റോപ്പ്, വാക്കിംഗ് ത്രൂ പാടം, ഹിൽസ്, തോട് എക്സെട്ര. ഇറ്റ്സ് നിയർ ആഫ്റ്റർ കുറ്റിപ്പുറം. അച്ഛൻ്റെ വീട്ടിൽ പോണതൊക്കെ ആലോചിച്ചു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ പാടം, തോട്, കുന്ന്, അതിൽ കൂടെ ഒക്കെ കയറി നടന്നു പോണതൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വന്നു. ചിലർക്ക് അങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു രസം, ഓർമ്മകളെ മനസ്സിനെ ചെറുതായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചില ആനന്ദോദ്യോപകങ്ങളായിട്ടുള്ള ചില പറയാനില്ല. പറഞ്ഞോ. രഞ്ജിത്ത് മേനോൻ. സൂര്യകാന്തിയുടെ പേരിൽ ഒരു ഈവനിങ് വാക്ക്. എൻഡിങ് നന്നായിരുന്നു കേട്ടോ. കുളവാഴപ്പൂവ് എന്നും ഓർമ്മയിലുണ്ടാവും. മഴക്കാലത്ത് വീടിൻ്റെ അടുത്തുള്ള കുളത്തിൽ നിറയെ കുളവാഴയാണ്. ആ കുളത്തിലെ ചൂണ്ടയിട്ട് ബ്രാലിനെ പിടിക്കും. നൈസ് വ്ളോഗ് സരിതാജു, നമസ്കാരം. അടുത്തത് തലേബ് റോയ് പ്രണത. സരിത ചേച്ചി വീഡിയോ കണ്ടാൽ മതിയായിരുന്നു. ഞാൻ അഹങ്കാരം കാണിച്ചു. എമ്പുരാൻ കാണാൻ പോയി. അയ്യേ എനിക്കിഷ്ടമായില്ല. അയ്യോ, മുന്നത്തെ കമന്റ് വായിക്കണം, എന്നാലും ഇത് രസമായിരുന്നു. ഈ എമ്പുരാൻ ഇറങ്ങി ഈ ദിവസമാണോ ഈ മാങ്ങാത്തൊലി ഇടിയോട്ടെ എന്ന് ചോദിച്ചിട്ട് തലേബ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എമ്പുരാൻ കണ്ടു വന്നിട്ടാണ് ഈ കമന്റ് ഇട്ടാണ്. സരിത ചേച്ചി വീഡിയോ കണ്ടാൽ മതിയായിരുന്നു. ഞാൻ അഹങ്കാരം കാണിച്ചു. എമ്പുരാൻ കാണാൻ പോയി. അയ്യേ എനിക്കിഷ്ടമായില്ല എന്ന്. അടുത്തത് മനു ഗെയിമിങ്. ഹായ്, ഗുഡ് മോർണിംഗ് അജുവേട്ടാ, സരിതേച്ചി, ജഗുണ്ണി. എനിക്കിഷ്ടമായി. അല്ല, എന്തിഷ്ടമായി എനിക്കെന്നോ ഈ ഗ്രാമം, എന്തിഷ്ടമായെന്നോ. ഞാനും ഇതുപോലൊരു ഗ്രാമത്തിൽ ഹാപ്പിയായി കഴിയുന്നു. ഇഷ്ടക്കാരെ. സരുമണി ഡ്രസ് സൂപ്പർ. ജഗുണ്ണിയെ കൂടെ പരിഗണിക്കൂ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അവന് എടുത്തിട്ടുള്ള കുറേ ഡ്രസ്സൊന്നും ഇപ്പം പാകില്ല. ഇപ്പം ഇത് ഇത്രേ ഉള്ളൂ. ഒക്കെ ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും വയറ് കാണും, ചെറുതായി, ഹൈറ്റ് പെട്ടെന്ന് വെച്ചപ്പോൾ. അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സുകൾ എടുത്തിട്ട് വേണം. അപ്പം ഇന്നാൾ എടുത്ത ഒരു 2-3 ഡ്രസ്സാണ് ആകെപ്പാട് ഇടാനുള്ളവന്. സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തൊരു 3 എണ്ണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയപ്പോൾ മാറി ഇടണം. മുന്നത്തെ ഒന്നും പാകില്ല. അതാ. അടുത്തത് തോമസ് മംഗലം. എന്തിനാ അജു വണ്ടി തിരിച്ചത്? മെറ്റലിട്ട വഴി എവിടം വരെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് ഉരുവിട്ടുകൊണ്ട് ആ വഴിക്ക് തന്നെ പോയിരുന്നുവെങ്കിൽ അത് കാണാമായിരുന്നു. ഏത് ലോകം അവസാനിക്കുന്നത് എവിടെയാണെന്ന്. ലോകം അവസാനിക്കുന്നതല്ല, വൈകുന്നേരം 6 മണിയാ പറയുന്നത്. അത് മുല്ലശ്ശേരി വരെയുണ്ട് ആ മെറ്റലിട്ട വഴി. നമ്മുടെ വണ്ടിയുടെ ടയർ 2 എണ്ണം ചെറിയ പെട്ടയായിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മാറ്റി. ഈ തോമസ് ചേട്ടൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, വണ്ടി അവിടെ കാർ പോർച്ചിൽ കാണാനില്ലല്ലോ മല്ലയ്യ എന്ന് പറഞ്ഞിട്ട്. അത് സർവീസിന് കൊടുത്തായിരുന്നു ഹോണ്ടയുടെ ഷോറൂമിൽ. അപ്പോൾ അവർ പറഞ്ഞു 2 ടയർ മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ടയർ മാറ്റി. അപ്പോൾ ആ ടയറും വെച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ദൂരത്തേക്ക് പോകാനായിട്ട് മുല്ലശ്ശേരി വരെ ഈ കല്ല് കയറിയ വഴി കൂടെ പോകാനായിട്ട് പേടി. അതുകൊണ്ട് കൂടിയിട്ടാണ് കുറച്ച് 2.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ചത്. കാരണം അത് അന്തമില്ലാത്ത വഴിയാണ്. എങ്ങോട്ട് പോയി എന്തിനാ വഴിക്ക് പോയത്? മറ്റേ വഴിയാണ് സൂര്യകാന്തി പാടത്തേക്കുള്ളത് പറഞ്ഞു തന്നു. എന്നിട്ടും പിന്നെ ഈ വഴിക്ക് എന്തിനാ പോയത്? ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. എന്തായാലും അവിടെ വരെ പെട്രോൾ കത്തിച്ച് വെറുതെ ആയില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നെ ഹഠാതെ ആകർഷിച്ചു. രാവിലെ നല്ല ഭംഗിയായിരിക്കും ഈ സ്ഥലം. പുല്ലഴി എന്നല്ലേ പറഞ്ഞത്? യാദ് രഹൂങ്ക ഭായ്, ജരൂർ യാദ് രഹൂങ്ക. ഓർത്തു വയ്ക്കുന്നു. ഈ പുല്ലഴി എന്നുള്ള സ്ഥലമല്ലേ പറഞ്ഞേ, അത് ആൾ ഓർത്തു വയ്ക്കുന്നു ആയിരിക്കും.
വീണാഹർഷൻ, അജേട്ടൻ ആ റോഡൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മത് തോറ്റു തുന്നമ്പാടി ദേ വന്നിരിക്കുന്നു നിൻ്റെ മോൻ. ആ ഡയലോഗാണ്. നല്ല കാഴ്ചകൾ കാണാൻ രസമുണ്ട്. ഓർമ്മകളൊക്കെ പിന്നോട്ട് ഓടി പഴയ വെക്കേഷൻ കാലത്തിലേക്ക്. വെക്കേഷൻ കാലത്ത് മാത്രം കാണുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടം, കുറേ കൊക്കുകൾ, പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ. തൊട്ടിപ്പാള് മാമൻ്റെ വീട്ടിലെ വെക്കേഷൻ വരുമ്പോഴാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂക്കാർ ഇതൊക്കെ കാണുന്നത്. ഒരുപാട് ഇഷ്ടം. 1000 നന്മകളുണ്ടാവട്ടെ. ആ തൊട്ടിപ്പാളൊക്കെ ഇങ്ങനത്തെ നിറയെ കോൾപ്പാടങ്ങളും പാടങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. കൊക്കുകള്, പിന്നെ ആളുകൾ കാറ്റ് കൊള്ളാൻ വരും. അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതന്നെ, വെറുതെ ഒന്ന് കാണാം. പണ്ടൊന്നും ഇങ്ങനെ വന്നോടുന്നില്ല. ഇപ്പൊ കണ്ട അവിടെ ആൾക്കാര് കാറുകളൊക്കെ വന്നിട്ട് നിർത്തിയിട്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരും എല്ലാവരും ഒക്കെ വന്നിട്ടില്ല ഇവിടെ. അല്ലാന്ന് ഫാമിലികളും വന്നിട്ട് എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാ. ഭാരതി ആനന്ദ്, കഷ്ടമായി പോയല്ലോ. നല്ലൊരു മനുഷ്യരായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സങ്കടമാവുന്നു. വട്ടായി പോയെന്ന് തോന്നുന്നു. തമാശ പറഞ്ഞതാണേ. മൂക്കിലും ചെവിയിലൊക്കെ ഇടുന്നത് കണ്ടിട്ട് പറഞ്ഞതാവും തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം ഇഷ്ടമായി. സൂര്യകാന്തി കണ്ടില്ലെന്ന് മാത്രം, എന്നാലൊരു നല്ല അസ്തമയ സൂര്യനെയും പാടവും കണ്ടു. വെറുതെ ഇങ്ങനെ നടക്കുക, കൈകോർത്ത് പിടിച്ച് നടക്കുക, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുക. ആര്യ, ജഗ്ഗുവിൻ്റെ അവസ്ഥ. സ്കൂൾ അടച്ചു, എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കൊണ്ടുപോകാതെ ഈ തന്തവൈബ് അജു അടുത്തുള്ള പാടത്തും പറമ്പത്തും കൊണ്ടുപോവുക. ജഗ്ഗുവിന് ഇഷ്ടം സ്ഥലം കേട്ടാ, ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് വലിയ വലിയ മഹാ ഗംഭീരമായ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ജഗ്ഗുവിന് ഇഷ്ടമല്ലേ. ആരാ പറഞ്ഞേ? എന്ന് ചേട്ടൻ പറയുന്നു. പറയുന്നില്ലേ, അവര് അവിടെ പോയിട്ട് വേഗം വീട്ടിൽ വരണം. അടുത്തത് ആശ, എന്തായാലും നിങ്ങളുടെ വീഡിയോ സൂപ്പറാണ്. നിങ്ങളുടെ സംസാരം മതിയാവും. സരിതയുടെ പാട്ട് കൂടി വേണമായിരുന്നു. ജഗ്ഗു 10ാം ക്ലാസ്സിലാണോ? ഇനിയിപ്പോൾ 10ലേക്ക്, ഇപ്പോൾ 9 കഴിഞ്ഞു. അടുത്തത് ABC, നിങ്ങൾ ചാനൽ തുടങ്ങിയത് മുതൽ ഇതുവരെ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ വീഡിയോ കണ്ട് എനിക്ക് ശരിക്കും ബോറടിച്ചു പോയി. ദയവ് ചെയ്ത് ഇങ്ങനെ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ഇടരുത്. ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരു സ്വാർത്ഥനായ അജുവാണ് എൻ്റെ മുമ്പിൽ കൂടി കടന്നുപോയത്. ഇതൊരു വിമർശനമല്ല, നിങ്ങളുടെ ഒരു വെൽവിഷർ എന്ന നിലയ്ക്കാണ് പറയുന്നത്. ഇതിലും ഭേദം അജുവിൻ്റെ വളർന്നു നിൽക്കുന്ന പച്ചക്കറി വലിച്ചു കളയുന്ന വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾ പ്രതികരിക്കില്ല എന്ന് എനിക്കറിയാം. ബട്ട് ഐ ഫീൽ ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു ഗിവ് യു മൈ ജെന്യൂൻ ഒപ്പീനിയൻ. ട്രൈ ടു അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് നോൺസെൻസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ അത് ആ മുൻവിധി വേണ്ട, അഭിപ്രായം എഴുതാം. അതായത് ഒരു വീഡിയോ കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള റൈറ്റും നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ കമൻസ് വേണം. അല്ലാണ്ട് അടിപൊളി 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 എന്ന് മാത്രം എഴുതിയാൽ നമ്മളും ഒരിക്കലും ഉയരില്ല. അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ അത് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. പക്ഷേ ഇത് നിങ്ങൾ പ്രതികരിക്കില്ല എന്നുള്ള മുൻവിധിയൊന്നും പാടില്ല, അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മളത് വായിക്കുമ്പോൾ നമ്മളത് എടുക്കും. അതിന് ചേട്ടൻ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് നമ്മളെല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണല്ലോ. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുവട്ടത്തേക്കാണ് പോകാൻ പറ്റുക. വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് അകലേക്ക് പോകാനായിട്ടുള്ള പ്ലാനുകളുണ്ട്. പക്ഷേ അതൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് സൂര്യകാന്തി പാടം ഉണ്ടെന്ന് ഈ പിള്ളേർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോയത്. അത് ഒരു വീഡിയോ ആക്കാൻ തന്നെയാണ് പോയത്. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെടും, കുറേ പേർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 100 പേരിൽ 99 പേരും വ്യത്യസ്തമായ അഭിപ്രായം ചിലപ്പോൾ 1-2 പേരായിരിക്കും ഒരേ അഭിപ്രായം പറയാം, അല്ലേ? പറയാം, അങ്ങനെ വരുമല്ലോ. അതേപോലെ തന്നെയാണ് ഇതും. രസമില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണണ്ട. കുറച്ച് സമയം കാണും പറയാലോ. ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും വീഡിയോ ഇതൊരു എക്സ്ക്യൂസ് അല്ലാട്ടോ ഒരിക്കലും. എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ ഒന്നിനൊന്ന് ഇതായിട്ടുള്ള നല്ല വീഡിയോകൾ, ഭയങ്കര കണ്ടന്റ് ആയിട്ടുള്ളത് കിട്ടില്ല. അത് ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു ഇന്ത്യ ടൂർ പുറപ്പെടാണ്. എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് വീഡിയോ എല്ലാ ദിവസവും ഇടാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ സൂര്യകാന്തി പാടം നാളെ ഇടാൻ വേറെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. ഉച്ചതിരിഞ്ഞിട്ടാണ് പോണേന്ന് കണ്ടല്ലോ. എന്നിട്ട് പോയപ്പോഴാണ് അവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഇടാൻ വീഡിയോ ഇല്ല. വേണമെങ്കിൽ നമുക്ക് ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ആക്കി കളയാമായിരുന്നു, അല്ലെങ്കിൽ വീഡിയോ ഇരിക്കായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മളുടെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു 10,000 പേരെങ്കിലും ഉണ്ട്. നമ്മൾ എന്തിട്ടാലും നിങ്ങൾ ഒരു കണ്ടന്റ് വേണ്ട, നിങ്ങൾ വെറുതെ പറമ്പിൽ കൂടെ അങ്ങോട്ടും നടന്നിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ്സ് വരും. നമ്മൾ ഒരു ദിവസം കാണാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ആ കാലത്ത് ഒരു 9 മണി നേരത്തെ തന്നെ ആളുകൾക്ക് കാണാനായിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ നമുക്കറിയായിരുന്നു ഇതിന് വ്യൂസും ഉണ്ടാവില്ല, ഇത് ആൾക്കാർ അധികം കാണാനും പോണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഇട്ടത്. അതുപോലെ തന്നെ അതിന് വലിയ വ്യൂസ് ഒന്നുമില്ല, 10-25,000 പേരെ കൂടെ അത് ആകെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക,
അവരെ ഞങ്ങൾക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഇടണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ആ രാത്രി ഇവിടെ വന്നിട്ടാണ് ചേട്ടൻ അത് എഡിറ്റ് ചെയ്ത് രാത്രി 2:30 കഴിയുമ്പോൾ എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടണേ, ആവശ്യമുള്ള ഇതിട്ടാ പോരെ എന്ന് വിചാരിക്കണ്ടാവും. അപ്പോൾ അല്ല ഈ പറഞ്ഞ മറുപടി അതന്നെ. കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടമാണ്. നമ്മളെന്തെങ്കിലും ഞങ്ങൾ ഈ കമന്റ് വായിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമല്ല. കുറെ പേര് പറയും ഞങ്ങൾക്ക് കമന്റ് വായന ഇഷ്ടമല്ല, ഇതിന് കണ്ടിട്ടില്ല, ഇതിന് വ്യൂസ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇത് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അവരെയും നമ്മൾ തൃപ്തിപ്പെടുത്തണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ, ഇതൊരു എക്സ്ക്യൂസ് ഒന്നല്ല. പിന്നെ എന്നിട്ട് പറയാ, ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ ജഗുവിൻ്റെ സ്കൂളൊക്കെ പൂട്ടി ഇനി ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ശരിക്ക് ഇറങ്ങുന്നതായിരിക്കും എന്ന് വിചാരിക്കണത്. നമുക്കും എല്ലാ ദിവസവും അടിപൊളി നല്ല നല്ല വെറൈറ്റി കണ്ടന്റുകളായിട്ട് വരണം തന്നെയാണ് ആഗ്രഹം. പറ്റണ്ടേ, എല്ലായ്പ്പോഴും പറ്റില്ല. അടുത്തത് രേണു വിശ്വനാഥൻ. പണ്ടത്തെ നെല്ലൂത്തരിയുടെ കഞ്ഞിവെള്ളം എന്താ ടേസ്റ്റ്, ഇപ്പം അങ്ങനെയാണോ? നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നൊസ്റ്റു അടിച്ചു. പിന്നെ ആ കഞ്ഞിവെള്ളം അതിന് കൂട്ടാനൊന്നും വേണ്ട, ആ കഞ്ഞി വെറുതെ കഞ്ഞി കുടിക്കാൻ പറ്റും. വിൻസി ജോഷി. ഗുഡ് മോർണിംഗ് അജേട്ടാ, സരിതേച്ചി. ജഗ്ഗു ആദ്യ വെക്കേഷൻ ട്രാവൽ തന്നെ പാളിയില്ലേ, പക്ഷെ തളരരുത് രാമൻകുട്ടി, തളരരുത്. അടുത്ത സ്ട്രേഞ്ചർ ബോയ്. പാട്ട് സരിത ഉദ്ദേശിച്ച് തന്നെ കേസ് കൊടുക്കണം പിള്ളച്ച. അടുത്തത് ലീന രാധാകൃഷ്ണൻ. ജഗ്ഗു അച്ഛനോട് ടൂർ പോകണമെന്ന് പറയൂ, ഇങ്ങനെയൊന്നും പോരെന്ന് പറയൂ, ഇതിലൊന്നും പറ്റിക്കണ്ടെന്ന് പറയൂ കൂട്ടാ. അടുത്തത് രജനി പത്മനാഭൻ. വീണടത്ത് കിടന്ന് ഉരുളാൻ അജുവിനെ കഴിഞ്ഞേ ആളുള്ളൂ. അത് കറക്റ്റാ. ഓരോ ന്യായീകരണങ്ങളൊക്കെ നിരത്തി അത് പിടിച്ചിക്കും ചേട്ടൻ. ഞാൻ തോറ്റു എന്ന് പറഞ്ഞില്ലേ. അടുത്തത് രജു സാമ്പൻ. കുട്ടി ഉടുപ്പിട്ടിട്ട് കാര്യമല്ല. കുട്ടി ഉടുപ്പ് ഇത് ഇടാറുണ്ട്, കമൻസൊക്കെ നെഗറ്റീവ്സ് ഇടാറ്. കുഞ്ഞുടുപ്പിട്ടിട്ട് കാര്യമില്ല സരിതേ, മുഖത്ത് പ്രായം തോന്നുന്നുണ്ട്. പ്രായത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രായം തോന്നുന്നില്ല എന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പ്രായം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് എത്ര വയസ്സാ? 43 വയസ്സ് കഴിഞ്ഞു. എന്റെ വയസ്സ് വരെ ഞാൻ എപ്പോഴും മറക്കും. അതെ, വയസ്സ് വല്ലവരും മറക്കും അല്ലേ? നമ്പറുകൾ എനിക്ക് ഓർമ്മ നിൽക്കില്ല എന്ന് എൻ്റെ അപ്പം ഞാൻ എന്നിട്ട് ആലോചിക്കും, ഇത് 2025, ഞാൻ ജനിച്ച 82, അപ്പോൾ കുറയ്ക്കുമ്പോൾ 43 വയസ്സ്. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ഇടയ്ക്ക്. 43 44 എന്ന് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പം എന്നിട്ടാ പറഞ്ഞേ, കുട്ടിയുടുപ്പ് ഇടണത് പ്രായം കുറയ്ക്കാനൊന്നല്ല, ആ ഡ്രസ്സ് 2 കൊല്ലം കടയിലെടുത്തിട്ട് ഞാൻ കുറേ നാളായി അത് ഇട്ട് തുടങ്ങിയിട്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇട്ടിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ടോ ഇത് പുതിയ ഡ്രസ്സാന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഡ്രസ്സ് ഉണ്ടല്ലോ അല്ലേ. അടുത്തത് ശിവദാസ് അമ്പലപ്പാട്ട്. അജു സരിത ജഗ്ഗു, നിങ്ങളുടെ ഔട്ടിംഗ് വീഡിയോ കണ്ടതിൽ സന്തോഷം. സൂര്യകാന്തി പൂക്കൾ കാണിക്കാൻ കൊണ്ടുപോയതൊരു വൻ ചതിയായി. സൂര്യകാന്തി പൂവിൻ്റെ ഒരു കുറ്റി പോലും കാണാൻ പറ്റാത്ത വിഷമമായല്ലേ. ഒരു തട്ടുകട പോലും ഇല്ലാതെ പോയത് വലിയ കഷ്ടമായി. അജുവിന് സന്തോഷമായിട്ടുണ്ടാകും അല്ലേ? അജുവിന് സന്തോഷമായി. കാശൊന്നും ചെലവായില്ലല്ലോ. ആ പെൺകുട്ടികൾ കുറെ പേര് ഇരുന്ന് നടന്നില്ലേ പാടത്തേക്ക് നോക്കിയിട്ട്, അതിൽ തൊട്ടിൽ തന്നെ ഒരു ഉന്തുവണ്ടി ഇരിക്കുന്നുണ്ടല്ലേ. അടുത്തത് വിനോദിനി കെ പി. അജു, സൂര്യകാന്തി പാടവും പൂക്കളും കണ്ട് മനസ്സ് നിറഞ്ഞു. ഇതിൽ നല്ലത് 2 ചൂണ്ടയും ചിരട്ടയിൽ കുറച്ച് മൈദ കുഴച്ചെടുത്തിട്ട് മീനെ പിടിച്ചത് കാണിച്ചാൽ മതിയായിരുന്നു. ഏക ആശ്വാസം സരിതയുടെ പാട്ട്, സൂപ്പർ. അടുത്തത് അജീഷ് ഈസി. നമസ്കാരം. പാടത്ത് പൂക്കളുണ്ടെന്ന് പറഞ്ഞ പെയിന്റിംഗുകാരെയും അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഭാര്യയും മകനെയും കൂട്ടി സൂര്യകാന്തി കാണാൻ പുറപ്പെട്ട ആ ചേട്ടനെയും തെറ്റു പറയാനില്ല. ചതിച്ചത് മഴയാണ് ആശാനേ, മഴ. അടുത്തത് ഷബീബ് AS. കഥകളും കാഴ്ചകളുമായി നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു, ഒരുപാട് സന്തോഷം. അടുത്തത് റെജി കുര്യാക്കോസ്. ചക്ക മുറിക്കലും എല്ലാവരുടെയും വർത്തമാനമൊക്കെ നല്ലതായി തോന്നി. രാത്രിയിലെ പാചകമായി ചക്കക്കുരു കട്ട്ലേറ്റ് സൂപ്പർ. പിന്നെ കുറുക്കന്മാരിൽ നിന്ന് നായ്ക്കൾക്ക് പേവിഷബാധ വരാതെ നോക്കണം. കുറുക്കന്മാരിൽ നിന്ന് ഈ രോഗം പകരാറുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനാൽ നായ്ക്കളെ കൃത്യമായി വാക്സിനേറ്റ് ചെയ്യാൻ മറക്കരുത്. നാടൻ നായ്ക്കൾക്ക് പ്രതിരോധശേഷി കൂടുതലായതിനാൽ കുറേയൊക്കെ പേടിക്കേണ്ട എന്ന് തോന്നുന്നു. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. പണ്ട് കാലത്ത് ഇതൊന്നും ആരും നോക്കാറില്ല. ഇന്ന് നമ്മൾ വളർത്തുന്ന പൂച്ച പട്ടിയുടെ നഖം കൊണ്ടാൽ തന്നെ പ്രശ്നമാണെന്ന് പറയുന്നു. കാലത്തിൻ്റെ മാറ്റത്തിൽ വന്ന വ്യതിയാനങ്ങൾ. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത് എന്നതാണല്ലോ പുതിയ ചൊല്ല്. എന്തായാലും ഇന്നത്തെ വീഡിയോ നല്ല രസമായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. റജിയേട്ടൻ
സന്തോഷം. എല്ലാം ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകാറായിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ മുറിവ് പറ്റിയപ്പോ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. കൊണ്ടുപോയപ്പോ 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരറ്റാൻ മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ വിരയുടെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിരയുടെ മരുന്ന് കൊടുത്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞേ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ മുറിവ് നന്നായിട്ട് ഉണങ്ങിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കുക. 45 ദിവസം കഴിയണമെന്ന് പറഞ്ഞു. 45 ദിവസമൊക്കെ അടുത്തത് സുമതി എം. വിയറ്റ്നാം മേളിയെ കണ്ടപ്പോൾ നിങ്ങളുടെ പ്ലാവുകളെല്ലാം പണിമുടക്കി. ഇത്ര നാളും ഞങ്ങൾ ചക്ക തന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കാന്ന്. അതാ അങ്ങനെയൊന്നല്ല, വെറുതെ നമുക്ക് പറയാലോ. അടുത്തത് BVS ക്രിയേറ്റീവ് വർക്ക്സ്. അജു പഴയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് ഓർമ്മകൾ വന്നു. രാത്രിയിൽ വെളിയിൽ പാചകം ചെയ്യുമ്പോൾ കഴിക്കാൻ നേരത്തെ കുറച്ച് കളഞ്ഞിട്ട് തിന്നണം. എൻ്റെ കൊതി കിട്ടാതിരിക്കാനാണ്. അടുത്തത് സോണി ജി. അല്ല അജുവേ, ആഘോഷമായി ചക്ക അനിലേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് മാത്രമേ കണ്ടുള്ളൂ. ചക്കച്ചോളൊക്കെ അവിടെ പോയി. പാതിരാത്രി കുക്കിംഗ് അടിപൊളി. ചെറിയ വട്ടാണല്ലേ. അതെങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ന് ആ ചക്ക നാളെ ചക്ക വരട്ടാനായിട്ട് എടുത്തു വെച്ചാണ് സരിത ഫ്രിഡ്ജിൽ. ഞാനത് ഉച്ചയ്ക്ക് മൂട് വരുന്നതിൽ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് തിന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നേരിയ തണവുള്ള ആ ചക്കച്ചോളയിൽ ഇപ്പോൾ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. തിന്ന് കഴിഞ്ഞത് അറിഞ്ഞില്ല. അത് ചോറുണ്ടില്ല. ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറുണ്ട് കേട്ടാ. കുറച്ച് നേരത്തെ ചോറുണ്ടു. ഞാൻ ചോറുണ്ടില്ല. അത് ആ ചക്ക കഴിച്ചു തന്നെയുള്ളൂ. ഞാൻ പിന്നെ ചോറുണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും കഴിക്കണ ദിവസം ഞാൻ പിന്നെ ചോറുന്നില്ല. അതാണ് ശാരിദാര എന്താ പറയാ തൂക്കം കൂടുതൽ വെക്കാത്തതിന്റെ രഹസ്യം. അടുത്തത് സജീഷ് MA നിതീഷ്. ചാനൽ തുടങ്ങിയ കാലം തൊട്ട് സരിതേച്ചി പറയുന്നുണ്ട് പൂട്ടല്ല ചേട്ടാ ആ പുട്ട് എന്ന്. അത് ചേട്ടനെ തിരുത്താനാവില്ല. അടുത്തത് സോജ MB. ചക്കക്കുരു പൊടിയാക്കി വെക്കൂ സരിതേ. അതിന് ചക്കക്കുരു നുറുക്കി തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് ഇട്ട് തിളപ്പിച്ചിട്ട് എടുത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് അരിച്ചെടുത്ത് വെക്കൂ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൂടെ ഇട്ട് കുഴയ്ക്കാം. പിന്നെ പുട്ട് പിന്നെ നല്ല ഒരു പ്രോട്ടീൻ പൗഡറാണ്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഒന്നും ഉണ്ടാക്കി നോക്കുന്നു. ചക്കക്കുരു പൊടി ഗുണഗണങ്ങൾ ഭയങ്കരല്ലേ. റിസർച്ച് നടത്തിയിട്ട് കണ്ടമാനം കണ്ടെത്തിയിട്ടുള്ളതാണ്. അല്ല അല്ലാണ്ട് അതിലുണ്ട്. റിസർച്ച് നടത്തിയാൽ മാത്രം അതിലുള്ളതൊന്നുമല്ല, അതിലുണ്ട്. വീടിന്റെ ചുറ്റും നടന്നു വരുന്നത് ചെരുപ്പന്വേഷണം നടക്കായിരുന്നു. അവന്റെ ചെരുപ്പെടുത്തോണ ജോവിന്റെ നീ ചെരുപ്പെടുത്തോണ കൊണ്ടുവന്ന് തുടങ്ങിയ എല്ലാവരും. എന്റെ ചെരുപ്പിന്റെ പാറ മുറിച്ചിരിക്കണ ആള് ഒരെണ്ണം എടുത്തിട്ടുള്ളൂന്ന്. ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളല്ലോ ചേട്ടാ. ഒരെണ്ണം അവൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഹെൽവിൻ. അത് ചേട്ടാ സരിതേച്ചി നമസ്കാരം. ആ ചക്ക വെട്ടുമ്പോൾ ഉള്ള മണമുണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടാ. ഫിഷ് ടാങ്കിൽ മീനുകളുടെ നീരാട്ട് കാണാൻ എന്തൊരു ചന്തമാണ്. ചക്ക കട്ട്ലേറ്റ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ. ചക്കയല്ല ചക്കക്കുരു. നല്ല രസമുള്ള കട്ട്ലേറ്റാ. അടുത്തത് സിന്ധു എസ്. എത്ര ദിവസമായി അല്ലേട്ടനെ സിനിമയും കണ്ടിട്ട് ഇപ്പോൾ സന്തോഷമായി. വല്ലപ്പോഴെങ്കിലും ഒന്ന് വരാലോ. 2 പേർക്കും ഞങ്ങൾ കാത്തിരിക്കുകയല്ലേ. അല്ലേട്ടൻ പണിയുള്ള കാരണമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പണിയുണ്ട്. നെല്ലിൻ്റെ പണി ഈ കോൾപ്പാടത്തല്ലേ നമ്മൾ പോയില്ലേ. അപ്പോൾ പാടത്ത് ആ നെല്ലുകൾ ഇങ്ങനെ വെച്ച് കണ്ടില്ലേ. അവിടുത്തെ നെല്ല് ലോറിയിൽ കയറ്റുന്ന പണിയാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെ ഇപ്പോൾ ആൾ പകലില്ല അധികം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാത്തത്. ഈ പണി ഇപ്പോൾ കുറച്ചാണ് നീ കഴിയും. കൊയ്ത്ത് കഴിഞ്ഞ് കഴിയും. ഇപ്പം ഞായറാഴ്ച നാളെ പണിയില്ലെങ്കിൽ പാടത്ത് പണിയില്ലെങ്കിൽ നമുക്ക് ചക്ക വരട്ടാം. അടുത്തത് ശശികല പിള്ളൈ. ഇമ്രാൻ ചാർലിയോട് എവിടെയാണ് തെണ്ടാൻ പോയത് എന്നാണ് ചോദിക്കുന്നത്. സരിതയ്ക്ക് നല്ല ഭാവിയുണ്ടെന്ന് പറയുന്നത് കേട്ട് ഞാൻ തന്നെ ചിരിച്ചുപോയി. അടുത്തത് ഹരിഹര അയ്യർ. ഇപ്രാവശ്യം ജനുവരിയിൽ നാട്ടിൽ വന്നപ്പോൾ ഇടിച്ചക്ക കഴിച്ചു. ഇനി ഇവിടെ ചക്ക കിട്ടാൻ വിഷു ആവണം. എന്നാലും പച്ചച്ചക്ക കിട്ടില്ല. നിങ്ങളുടെ വീഡിയോ കണ്ട് സമാധാനപ്പെടാം. ഇന്നത്തെ ചക്കക്കുരു വട സൂപ്പർ. ഫിഷ് ടാങ്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് പേളിയുടെ കുട്ടികളെ കണ്ടു. എവിടെ? ഇവരല്ലേ കണ്ടേ, ചാർലി ഇമ്രാനും. അടുത്തത് ശൈലജ വേലായുധൻ. ഒരു ന്യൂജൻ ചക്ക ഓൾഡ് ജൻ ചക്ക കാലത്തെ ഒരുപാട് കഥകൾ നിങ്ങളെ കൊണ്ട് പറയിച്ചു. അങ്ങനെയും ഒരു കാലം. ആ ജനറേഷനിലെ എല്ലാവരുടെയും ഓർമ്മകളാണ്. എന്തുട്ടാ ചക്കകള്. അടുത്തത് ശ്രീരഞ്ജിനി ബി. സത്യം, ചക്കക്കുരു ചുട്ട് തിന്നാൻ എന്ത് രസമായിരുന്നു. കുട്ടികളുടെ സ്ഥിരം പണിയായിരുന്നു. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാത്ത സാധനങ്ങൾ കുറവാണ് കൊറോണ സമയത്ത്. അന്ന് വടയും ചക്കക്കുരു പുട്ടും ഒക്കെ ഉണ്ടാക്കി വ്ളോഗുകളിൽ വന്നിരുന്നു. ശരിയല്ലേ, ചക്കക്കുരു ഫേമസ് ആയത് ആ സമയത്തല്ലേ, കോവിഡിന്റെ ടൈമില്, മറ്റേ ലോക്ക്ഡൗൺ ആയിട്ടിരുന്നപ്പോൾ. അടുത്തത് സുനിതാമണി. പ്രിയപ്പെട്ട സരിത, അജു, ജഗ്ഗു,
നല്ല വ്ളോഗ്. ചക്ക കണ്ടപ്പോൾ കൊതിയായി. ഇവിടെ ചക്ക ആവുന്നേ ഉള്ളൂ. പണ്ട് എനിക്ക് ചക്ക കപ്പ ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ ഇതിനൊക്കെ അടിമയാക്കി. ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്കും ജീവിതശൈലി രോഗങ്ങളും. ഇനി നിങ്ങൾ കഴിക്കുന്നതും നോക്കി വെള്ളം ഇറക്കി കഴിയാം, അല്ലാതെ എന്ത് ചെയ്യാൻ. ശരിയാ, നമുക്ക് കഴിക്കേണ്ട ടൈം ആകുമ്പോൾ നന്നായി കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ടൈമിൽ എല്ലാ അസുഖങ്ങളും വന്നിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഞാനേ മുന്നൊന്നും നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം, അതായത് ഹോട്ടൽ ഭക്ഷണമൊന്നും ഒരിക്കലും ഇല്ല കേട്ടാ. വല്ലപ്പോഴും 6 മാസമൊക്കെ കൂടുമ്പോഴെങ്ങാനും കഴിച്ചാലായി. അതും വല്ല നെയ് റോസ്റ്റ മസാല ദോശ എങ്ങാനും. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലതൊക്കെ കഴിക്കാനൊക്കെ തോന്നില്ല. ചില സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കും, വല്ല ടി വിയിൽ വല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ബിരിയാണി കഴിക്കാൻ തോന്നുക. അപ്പോൾ സഫീറിലത്തെ ബിരിയാണി അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ അത് പുറത്ത് പറയുന്നില്ല, മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിട്ടെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ വാങ്ങിച്ചു തരുമൊക്കെ ചെയ്യും. പക്ഷെ അപ്പോൾ കഴിച്ചാൽ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വണ്ണം വയ്ക്കും, അസുഖങ്ങളും വരും. ഇനി ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ഒന്നും മിണ്ടാണ്ട് വീണ്ടും അതൊക്കെ ആലോചിച്ച് വെള്ളം ഇറക്കിയിരിക്കാൻ ഇനി പറ്റുള്ളൂ. ചിലപ്പോൾ വീണ ഹർഷൻ, ചക്ക കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും കഴിക്കുന്നവരെ കാണെങ്കിലും ചെയ്യാലോ. പണ്ടത്തെ ആളുകൾ ശരിക്കും നിഷ്കളങ്കർ തന്നെയാണ്. അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. VIP-കളൊക്കെ മരിക്കുമ്പോൾ ടി വിയിൽ അത് ദഹിപ്പിക്കുന്ന കാഴ്ചയൊക്കെ വരുന്ന സമയത്ത് ചന്ദനത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്, എനിക്ക് കിട്ടി എന്നൊക്കെ പറയുന്നു ടി വിയിൽ കണ്ടിട്ട് ആൾക്കാർ. അപ്പോൾ കിട്ടാത്തവരും പറയുന്നു എനിക്കിനി മണം കിട്ടാണ്ടാവോ എന്ന് വിചാരിച്ചിട്ട്. ശരിയാ, എനിക്ക് മണം വരുന്നുണ്ട് അങ്ങനെ പറയുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇപ്പോഴും മരിച്ച വീട്ടിൽ പരിചയക്കാരെ കാണുമ്പോൾ പേര് പറഞ്ഞ് എണ്ണി പറക്കി കരയും. എനിക്കത് കാരണം പരിചയക്കാർ മരിച്ചോടത്തേക്ക് പോകാൻ ടെൻഷനാണ്. മരിച്ച വീട്ടിൽ ആളുകൾ കാണിക്കുന്ന ഒരു ആക്ഷൻ അജുവേട്ടൻ കാണിച്ചത് എനിക്ക് ചിരി വന്നു. അടുത്തത് സജി, ഞാൻ കഴിച്ചു. ചക്ക തിന്നാൻ കൊതി മൂത്ത് അടുത്ത വീട്ടിൽ പോയി ചോദിച്ചു, മേടിച്ച് തിന്നു. ചക്ക രാത്രിയിൽ ഇരുട്ടിൽ വെളിച്ചത്തിൽ വീട് സൂപ്പർ. അജു സരിത ജഗ്ഗു മോനെ, എന്തൊരു കഷ്ടല്ലേ. ഇത് സഹിക്കാൻ വരാണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ചു വാങ്ങിച്ചു തിന്നു. ചേച്ചി കീപ് ഗോയിങ്. സജി എന്നാ പറഞ്ഞേക്കണം കേട്ടാ. ചേച്ചിയാണോ ചേട്ടനാണോ ആരണോ അറിയില്ല. ഹാപ്പി ലൈഫ്, ഇവിടെ വരിക്കപ്ലാവുണ്ട്, നിറയെ ചക്കയുണ്ട്. പക്ഷെ ആർക്കും വേണ്ട ചേട്ടാ. സരിതേച്ചി നീ കൂട്ടി ഇങ്ങോട്ട് പോരെ, കുറേ ചക്കയും കൊണ്ട് പോവാം. മറ്റേ ആനക്കെല്ലാം ഒരു രാഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണോ അമ്മയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല. വിളിച്ചിട്ടുണ്ടായിരുന്നു. ചക്ക വന്നിട്ട് ഇഷ്ടം പോലെ ഇട്ടുകൊണ്ട് നടാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ കാലത്ത് നമ്മുടെ അരുങ്കോക്ക് വന്നിട്ട് കുറേ ചക്ക കൊണ്ടുവന്നെ. അപ്പോൾ അവരവിടെ ചിങ്ങമാസം വരെ ഉണ്ടാവും ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓണത്തിൻ്റെ ടൈം വരെ ചക്ക ഉണ്ടാവും പറഞ്ഞോണത്. ആനക്കല് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാൻ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ വെള്ളം കയറിയാലും കുഴപ്പമില്ല, ചക്കയല്ലേ. അടുത്ത് ശോഭാ ദയാനന്ദ്, ചക്ക എൻ്റെ ജീവനാണ്. ചക്ക തിന്നാത്ത ഓരോ വർഷവും മരണത്തിന് തുല്യമാണ്. ചക്കയ്ക്ക് വേണ്ടി ഞാൻ മരിക്കും. മുംബൈയിലായതുകൊണ്ട് ചക്ക കിട്ടാനില്ല. പറയുന്നേ ചക്ക ഒരു 3-4 ചുള കിട്ടണമെങ്കിൽ കാശ് എത്ര കൊടുക്കണമെന്ന് ബോംബെയിലല്ലേ. നമ്മുടെ ആളുകൾ പുറമെ പോയി കഴിഞ്ഞുള്ള നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉപേക്ഷിച്ച് നിൽക്കാൻ. അടുത്ത് ആൻസ്, ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ദിസ് ഇയർ ജാക്ക് ഫ്രൂട്ട് കഴിച്ചില്ല എന്ന കംപ്ലൈൻറ്റ് പറയില്ല. ജാക്ക് ഫ്രൂട്ട് സീഡ്സ് വട സൂപ്പർ തന്നെ. ജാക്ക് ഫ്രൂട്ട് ഈസ് വെരി ഹെൽത്തി. ബൈ. അടുത്ത ആനിമണി, സമ്മതിക്കൂലേ, എന്നെ കൊണ്ട് ഇന്നും അന്യായ വില കൊടുത്ത് വാങ്ങിപ്പിക്കും. അസലൊരു ചക്ക കൊതിച്ചിയാണ് ഞാൻ, അതും പച്ചയായാലും പഴുത്തതായാലും. പിന്നെ വിനീത മാർക്സ്, സരിതേ പഴുത്ത ചക്ക കൂടുതലുണ്ടായാൽ അരിഞ്ഞ് വെള്ളം വറ്റിച്ച് പാക്കറ്റുകളാക്കി ഫ്രീസറിൽ വെച്ചാൽ 1-2 വർഷം ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചക്ക അട തിന്നാൻ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കും. അതുപോലെ പച്ചച്ചക്ക ചെറുതായി ആവി കയറ്റി തണുക്കുമ്പോൾ പാക്കറ്റാക്കി വെച്ചാൽ അതുപോലെ കുറേ നാൾ ഉപയോഗിക്കാം. ചക്കക്കാലം മാങ്ങക്കാലം ആയാൽ ഇതെല്ലാം ഞാൻ അങ്ങനെയാക്കി ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കും. അതുപോലെ ചന്ദ്രക്കാരൻ മാങ്ങ തൊലി കളഞ്ഞ് ഉപ്പും കറിവേപ്പിലയും മഞ്ഞളും മുളകുപൊടിയും ചേർത്ത് കഴിച്ച് 10-12 എണ്ണം വീതം പാക്കറ്റാക്കി ഫ്രീസറിൽ വെക്കും. ആവശ്യമുള്ളപ്പോൾ പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കും. അമ്മേ, അപ്പോൾ ഫ്രീസർ ഒരു റൂമിൻ്റെ അത്രയും പോകുന്ന ഫ്രീസർ വേണ്ടി വരുമല്ലോ അല്ലേ. ഇത് മുഴുവൻ എടുത്ത് വയ്ക്കണമെങ്കിൽ ഫ്രീസറിൽ. അതിന് വിദേശത്തൊക്കെ ഫ്രീസർ വലുതുണ്ടെന്ന് ഫ്രീസറുകൾ വരുമായിരിക്കും അല്ലേ. ഇന്ദിര കെയർ, ചക്കപ്പഴം എത്ര കഴിച്ചാലും ആരെങ്കിലും കഴിക്കുന്നത് കാണുമ്പോൾ കൊതി വരും. രാത്രിയിൽ നിങ്ങളുടെ വീട് കാണാൻ അതിമനോഹരം. ചക്കക്കുരു പുഴുങ്ങുന്നതിന് മുമ്പ് തോല് പൊളിക്കുന്നതല്ലേ എളുപ്പം. അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ചക്കക്കുരു അപ്പം തന്നെ കുരു എടുത്തത് കാരണം അതിന്റെ മേലെ വെള്ളം കിട്ടൂല, വെള്ളത്തോലായിട്ട് വന്നിട്ടില്ല. അതായി മാറിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്.
എന്തായാലും എല്ലാം കൂടി കാണാൻ നല്ല രസം. ഇമ്രാൻ്റെ മുറിവൊക്കെ ഉണങ്ങിയോ? കുറേ ദിവസങ്ങൾ കൂടി അല്ല ചേട്ടനെയും സീമയും കണ്ടതിൽ വളരെ സന്തോഷം. ഇമ്രാൻ്റെ ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങി. ഭയങ്കര കളിയാ രണ്ടുപേരും ഇവിടെ. ജിജോ ജോസ്, കുവൈറ്റിൽ ഇരുന്നു കൊണ്ട് ചക്ക തിന്നുന്ന അജുവിനെയും സരിതയും കണ്ട് വെള്ളം ഇറക്കുന്ന ഞാൻ കൊണ്ട് കരയണ കുറേ മോജിട്ടേക്കാട്ടാ. ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കമൻറ്റ് വായന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റുകൾ എഴുതാം. നമ്മൾ പരമാവധി നമ്മൾ വായിക്കാൻ ശ്രമിക്കും. അപ്പം നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.